ഒരുപാട് കഷ്ടപ്പെട്ട് രാത്രിയെല്ലാം ഉറക്കൊഴിഞ്ഞിരുന്ന് പഠിച്ചു, രാവിലെ എഴുന്നേറ്റിരുന്ന് പഠിച്ചു. ഇങ്ങനെ പഠിച്ച് അവസാനം ഇത്രയും റാങ്ക് ലിസ്റ്റിൽ ഞാൻ ഉൾപ്പെട്ടിട്ടുണ്ട്. എത്ര പഠിച്ചു, ഇത്ര പഠിത്തമുണ്ട്, ഇത്ര എഡ്യൂക്കേറ്റഡ് ആണെന്നല്ല, ഒരു കാലഘട്ടം എത്തുമ്പോൾ നമ്മളോട് എല്ലാവരും ചോദിക്കുന്നത് ഏത് മേഖലയിലാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളതാണ്. PSC മാറി, PSC പാറ്റേൺ മാറി, പ്രിലിംസ് വന്നു, മെയിൻസ് വന്നു. ഇതെല്ലാം നമുക്കൊരു പ്രഷർ കുക്കറിനകത്തുള്ള ഒരു ഫീലാണ് നമുക്ക്. ഹായ്, നമസ്കാരം. എൻ്റെ പേര് അഞ്ജലി കൃഷ്ണ. ഞാൻ കൊല്ലം ജില്ലയിലെ ചവറ സ്വദേശിനിയാണ്. ഈ കഴിഞ്ഞ PSC എക്സാംസിൽ കുറേ റാങ്ക് ലിസ്റ്റിൽ ഞാൻ ഉൾപ്പെട്ടിട്ടുണ്ട്. ബെക്കോയിൽഡി 33 റാങ്ക്, പിന്നീട് VFA, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് 2 കാറ്റഗറിയും, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്നീ ലിസ്റ്റിലെല്ലാം ഉണ്ട്. ഇതിലെല്ലാം ഉൾപ്പെടാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ബേസിക്കലി ഞാനൊരു പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ് പ്രൊഫഷണലാണ്. ഞാൻ 5 വർഷം ഒരു പ്രൈവറ്റ് കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. പ്രൈവറ്റ് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ നിന്നൊരു ചേഞ്ച് വേണമെന്ന് ആഗ്രഹിച്ച് ഞാൻ PSC പഠനത്തിലേക്ക് ഇറങ്ങി. തുടക്കം എളുപ്പമായിരുന്നില്ല. പ്രൊഫഷൻ എഞ്ചിനീയറിംഗ് ആയതുകൊണ്ട് തന്നെ ജനറൽ PSCയിലേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് ABCD മുതൽ പഠിച്ചെടുക്കേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. ആദ്യം എഴുതിയ എക്സാം കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാം ആയിരുന്നു. അത് 2016-17 ആ സമയത്ത് നടന്ന എക്സാം. അപ്പോൾ അതിൽ ഞാൻ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടു. അതെനിക്കൊരു വലിയ പ്രചോദനമായിരുന്നു. കാരണം പഠിച്ചു തുടങ്ങിയതേ ഉള്ളൂ, ഞാൻ റാങ്ക് ലിസ്റ്റിൽ വന്നു എന്നുള്ളത്. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് ഇനി റാങ്ക് ലിസ്റ്റിൽ ബാക്കിലായി പോയി എന്ന് പറഞ്ഞ് ഞാൻ ഇനി എൻ്റെ ഫീൽഡ് മാറി പഴയ ഫീൽഡിലേക്ക് പോകാമെന്നൊന്നും ഒക്കെ എനിക്ക് പല സൈഡിൽ നിന്ന് ഉപദേശങ്ങളൊക്കെ വന്നെങ്കിലും ഞാൻ ഇതിൽ തന്നെ ഫോക്കസ് ചെയ്തു. എനിക്കിനി ഒരു ചേഞ്ച് ഇതിൽ തന്നെ എനിക്ക് സ്റ്റിക്ക് ഓൺ ചെയ്താൽ മതി, ഇങ്ങനെ തന്നെ പഠിച്ചു പോകാം, എനിക്ക് എവിടെയെങ്കിലും എത്തിപ്പെടാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് വന്നു. ആ രീതിയിൽ എൻ്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷെ ആ ടൈമിൽ കൊറോണ വന്നപ്പോഴത്തേന് എക്സാംസ് എല്ലാം ലാഗായി. എന്നാലും പഠിച്ചു. ആ സമയത്താണ് നമ്മുടെ സ്കൂൾ ടെസ്റ്റ് ട്രെൻഡായിട്ട് വന്നത്. അപ്പം റാങ്ക് ഫയൽ എല്ലാം മാറ്റി വെച്ചിട്ട് നമ്മുടെ സ്കൂൾ ടെസ്റ്റ് പഠനമായി. ഇതെല്ലാം ഞാൻ അനുഭവിച്ച ഒരു സ്ട്രഗിൾസിനെ കുറിച്ചാണ് ഞാനീ പറയുന്നത്. നമ്മൾ ഒരു പാറ്റേണിൽ പഠിച്ചു വന്നിട്ട് പെട്ടെന്ന് PSC സ്കൂൾ ടെസ്റ്റിലേക്ക് മാറി. സ്കൂൾ ടെസ്റ്റ് എടുക്കാൻ തന്നെ നല്ലൊരു ടൈമാണ്. കാരണം 5ാം ക്ലാസ് മുതലുള്ള പാഠപുസ്തകങ്ങൾ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് എടുക്കുക എന്ന് പറയുമ്പോൾ നല്ല ഒരു പ്രയത്നം തന്നെയാണ്. അങ്ങനെ സ്കൂൾ ടെസ്റ്റ് പഠനത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ കൊറോണ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് എല്ലാം സ്റ്റോപ്പായത്. എന്നാലും ഞാൻ എൻ്റെ പഠിത്തം കണ്ടിന്യൂ ചെയ്തു. ഓൺലൈൻ ക്ലാസ്സുകളും ഓൺലൈൻ സോഴ്സസുകളെല്ലാം അപ്പോൾ നമുക്ക് കിട്ടാൻ തുടങ്ങി. അതിലേക്കൊക്കെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കൂടുതൽ സാറന്മാരെ പരിചയപ്പെടാനും കൂടുതൽ സ്ഥാപനങ്ങളിലെ ക്ലാസ്സുകൾ കാണാനും ഒക്കെ അവസരമുണ്ടായി. അങ്ങനെ പഠനത്തിൽ ഒരു തടസ്സങ്ങളും ഇല്ലാതെ തന്നെ പഠനം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. അങ്ങനെ ഒരുവിധം സ്കൂൾ ടെസ്റ്റും ബാക്കിയുള്ള ടോപ്പിക്സും ഒക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഫസ്റ്റ് ഞാൻ ഫേസ് ചെയ്യുന്നത് ഡിഗ്രി ലെവൽ പ്രിലിമിനറി സെക്രട്ടറി അസിസ്റ്റൻറ്റിൻ്റെയൊക്കെ ആ ഒരു സമയത്ത് 2021 പ്രിലിമിനറി പാറ്റേൺ. അന്നാണ് PSC ആദ്യമായിട്ട് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് പാറ്റേൺ എല്ലാം മാറ്റി സ്റ്റേറ്റ്മെൻറ്റ് മോഡലിൽ വന്നത്. ആ സമയത്ത് അതിന് മുന്നേ വന്ന ചർച്ചയാണ് പ്രിലിംസും മെയിൻസും എന്നുള്ളത്. അതിൽ ഡിഗ്രി ലെവലിൽ ഫസ്റ്റ് പ്രിലിംസ് തന്നെ പാറ്റേൺ എല്ലാം മാറ്റി സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് വന്നു. ആ എക്സാം ഹാളിൽ ഇരുന്നപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ എന്തോ എവിടേക്കോ കുറേ പഠിച്ചതിൻ്റെയൊക്കെ ഒരുപാട് അനുഗ്രഹം എനിക്ക് ആ എക്സാം ഹാളിൽ കിട്ടി. ഞാൻ ആ ഡിഗ്രി ലെവൽ പ്രിലിംസ് നല്ല രീതിയിൽ തന്നെ പാസ്സായി. പക്ഷേ പിന്നെ ആ സ്റ്റേറ്റ്മെൻറ്റ് രീതി, ആ പാറ്റേൺ ചേഞ്ച് വളരെയധികം. ഇനി എങ്ങനെയാണ് ആ പാറ്റേൺ പഠിച്ചെടുക്കുക? കാരണം അതിൻ്റെ സോഴ്സസ് UPSC ലെവലിൽ മാത്രമേ, നമ്മുടെ കേരള PSCയിൽ ഒരിടത്തും അതിനെക്കുറിച്ചൊരു അപ്ഡേറ്റും വന്നിട്ടില്ലായിരുന്നു. കേരള UPSC ലെവൽ എക്സാംസിൽ മാത്രമേ ആ ഒരു പാറ്റേണൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ സോഴ്സ് എവിടുന്നാന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ പിന്നെയും ഈ സ്ട്രഗിളിങ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ആ പുതിയ പാറ്റേണിലെ സോഴ്സും കിട്ടി പഠിച്ചു തുടങ്ങി. ഒരുപാട് കഷ്ടപ്പെട്ട് രാത്രിയെല്ലാം ഉറക്കൊഴിഞ്ഞിരുന്ന് പഠിച്ചു, രാവിലെ എഴുന്നേറ്റിരുന്ന് പഠിച്ചു. ഇങ്ങനെ പഠിച്ച് അവസാനം ഇത്രയും റാങ്ക് ലിസ്റ്റിൽ ഞാൻ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞാനിത് പറയുന്നത്, നമ്മൾ ഇടയ്ക്ക് വെച്ച് നിന്ന് പോയി അല്ലെങ്കിൽ സ്റ്റക്കായി പോയാൽ അവിടെ വെച്ച് നിന്ന് പോയി ഒരു ഡിപ്രഷനിലോട്ടൊന്നും പോവാതെ എല്ലാ സോഴ്സും കളക്ട് ചെയ്ത് ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ ഏതാണ് നമുക്ക് കിട്ടുന്നത്, ഏതാണ് കൈപ്പിടിയിൽ എടുക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അതിലേക്ക് നോക്കി നമ്മൾ പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ ശ്രമിക്കുക. എല്ലാവർക്കും ആ ഒരു അനുഗ്രഹം ഉണ്ടാവും. നമ്മൾ അത്രയും കഷ്ടപ്പെടുവാണെങ്കിൽ അനുഗ്രഹം എങ്ങനെയാണെങ്കിലും നമുക്ക് കിട്ടിച്ചേരും. ഈ പഠനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എനിക്ക് എല്ലാവർക്കും ഉള്ള പോലെ തന്നെ എനിക്കും എങ്ങനെയാണ് ഇത് പഠിച്ചെടുക്കേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു പല ഘട്ടങ്ങളിലൂടെയാണ് ഞാൻ കടന്നു വന്നത്. ഒന്ന് ആദ്യം വന്നപ്പോൾ സാധാരണ PSC ആയിരുന്നു, പിന്നെ സ്കൂൾ ടെസ്റ്റിൻ്റെ PSC ആയി. അത് കഴിഞ്ഞപ്പം പാറ്റേൺ മാറി, പ്രിലിംസും മെയിൻസും പിന്നെ സ്റ്റേറ്റ്മെൻറ്റും, ഇങ്ങനെയൊക്കെ ഉള്ള പല ഏരിയയിലൂടെയാണ് ഞാൻ കടന്നു വന്നത്.
അപ്പോൾ ഇതെല്ലാം വരുമ്പോൾ നമുക്കിത് എങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്യാം എന്നുള്ളതൊരു വലിയ നമ്മളെ ഫേസ് ചെയ്യുന്ന ഒരു വലിയൊരു സ്ട്രഗിൾ എന്ന് പറയാൻ പറ്റില്ല, വലിയൊരു പ്രോബ്ലമാണത്. അതെങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് പാറ്റേൺ കൊണ്ട് ഈ പാറ്റേൺ അനുസരിച്ച് പഠിച്ചെടുക്കാം, ആ ഒരു സ്റ്റഡി പ്ലാൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനൊക്കെ യൂട്യൂബിലും ടെലിഗ്രാമിലൊക്കെ കയറുമ്പം പലരും ക്വസ്റ്റ്യൻസ് പലരോടും ചോദിക്കുന്ന കണ്ടിട്ടുണ്ട്, എങ്ങനെയാണോ നിങ്ങളുടെ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങളുടെ ഒരു ഡെയിലി പ്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് വീഡിയോസും കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് അതൊക്കെ നമുക്ക് റെഫറൻസ് ആയിട്ട് എടുക്കാം എന്നല്ലാതെ നമുക്ക് നമ്മുടേതായ ഒരു സ്റ്റഡി പ്ലാൻ വേണം. വാരി വലിച്ച് പഠിക്കുന്നതിനോടല്ല, നമ്മൾ എത്രത്തോളം ടോപ്പിക്ക് നമുക്ക് ഒരു ദിവസം കവർ ചെയ്യാൻ പറ്റും, അത് എത്രത്തോളം യൂസ്ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. സ്വന്തമായിട്ട് സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക, മറ്റൊരാളുടെ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്തിട്ട് ഒരു കാര്യമില്ല. അവരുടെ ടൈമിംഗ് ആയിരിക്കത്തില്ല, അവരുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ അവരുടെ ആയിരിക്കില്ല നമ്മുടെ. അപ്പോൾ നമ്മൾ നമ്മുടേതായ സ്റ്റഡി പ്ലാൻ കണ്ടെത്തണം, നമ്മൾ എഴുതി വെക്കണം. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ്, ചിലർക്ക് രാവിലെ എഴുന്നേക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അപ്പോൾ രാത്രി ടൈം കിട്ടണം. ചിലർ കുട്ടികളുടെ എല്ലാം കാര്യങ്ങൾ നോക്കിയിട്ട് രാത്രിയിലായിരിക്കും ടൈമെങ്കിൽ രാത്രി പഠിക്കണം. പക്ഷേ പഠിക്കുന്ന ടൈമിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനാണ് എടുക്കുന്നതെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ മാക്സിമം സോഴ്സ് കളക്ട് ചെയ്ത് പഠിച്ച് മാറ്റി വെച്ചതിന് ശേഷം മാത്രം അടുത്തതിലേക്ക് പോവാം. പിന്നെ ഡെയിലി ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യണം. ഇത് നമ്മുടെ സ്റ്റഡി പ്ലാനിൽ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടിംഗ് ഒന്നും കാണത്തില്ല, പക്ഷേ ഇംഗ്ലീഷും മലയാളവും മാത്സും ക്വസ്റ്റ്യൻ പേപ്പറുമാണ് ഞാൻ എടുത്തു പറയുന്നത്. അതും ഇത്രയും വർക്കൗട്ട് ചെയ്യുന്നാൽ തന്നെ നമുക്കൊരു 70% PSC കിട്ടിയെന്നാണ് അതിൻ്റെ അർത്ഥം. എന്നിട്ടും എക്സാം ഹാളിൽ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, ഇംഗ്ലീഷും മലയാളമൊക്കെ ഡെയിലി പഠിച്ചിട്ടും തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഇംഗ്ലീഷ് മലയാളം മാത്സ് വിത്ത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം GK ഉൾപ്പെടെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും വർക്കൗട്ട് ചെയ്ത് നമ്മുടേതായ ഒരു സ്റ്റഡി പ്ലാൻ കണ്ടെത്തണം. പിന്നെ ആപ്പിലൊക്കെ വരുന്ന പോലെ സ്ട്രക്ചേർഡ് ആയിട്ട് ഒരു ഓർഗനൈസ്ഡ് രീതിയിൽ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ടൈം സെറ്റ് ചെയ്യാം. അപ്പം ഒരു ക്ലാസ് കറക്റ്റ് ടൈമിൽ വരുവാണെങ്കിൽ നമുക്ക് ആ ക്ലാസ് ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയും നമുക്ക് ഫോളോ ചെയ്യാം. പക്ഷേ ഒരു റെഗുലർ പാറ്റേണിൽ തന്നെ പോകണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. അങ്ങനെ പുതിയ എക്സാംസ് PSC പാറ്റേൺ എങ്ങനെ പഠിച്ചെടുക്കാം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ എൻട്രിയുടെ അഡ്വർടൈസ്മെൻറ്റ്സ് ഞാൻ യൂട്യൂബിലും ടെലിഗ്രാമിലും ഒക്കെ ഫേസ്ബുക്കിലും ഒക്കെ കാണുന്നത്. അപ്പം അവിടെ ഞാൻ എൻക്വയറി ചെയ്യും, തിരിച്ചെനിക്ക് കോൾ വരികയും എനിക്ക് അതിൽ കയറണം എന്നുള്ള അവരുടെ ആ ഒരു ട്രയൽ ക്ലാസ്സുകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അതിനകത്ത് ഇമ്പ്രസ്ഡ് ആവുകയും ഞാൻ അങ്ങനെ ജോയിൻ ചെയ്യുകയും ചെയ്തു. ഒരുപാട് ക്ലാസ്സുകൾ വളരെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടാണ് എൻട്രി ആപ്പിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്കത് പേഴ്സണലി ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ഞാൻ മറ്റെങ്ങും കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു വളരെ നല്ലൊരു പ്ലാനിങ്ങോടുകൂടിയാണ് അവർ ക്ലാസ്സുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ടോപ്പിക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ, അത് ഈ ഫുൾ ക്ലാസ് ഫുൾ റെക്കോർഡഡ് ക്ലാസ്സിനകത്ത് തന്നെ ഓരോ ടോപ്പിക്കിനും വേറെ ക്ലാസ്സുകൾ, ആ ഓരോ ടോപ്പിക്കിനകത്തു നിന്നും വേറെ ടോപ്പിക്കുകൾ എടുത്തിട്ട് സെപ്പറേറ്റ് ക്ലാസ്സുകൾ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാൻ വളരെ ഈസി ആയിട്ടായിരുന്നു ഈ ആപ്പിൻ്റെ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ലൈവ് ക്ലാസ്സിൽ ഗോൾഡ് ബാച്ചിൽ ഞാൻ അംഗമായിട്ടുണ്ട്. ഒരു 6 മാസക്കാലം ഞാൻ അതിൻ്റെ അകത്തും സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പം അത് ലൈവ് ക്ലാസ്സുകളും വളരെ നല്ല രീതിയിൽ തന്നെ എനിക്ക് ബെനിഫിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ പിന്നെ പഠിക്കുന്ന അനുസരിച്ചിരിക്കും, നമ്മൾ ലൈവ് ക്ലാസ് കിട്ടിയാലും നമ്മൾ അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നതനുസരിച്ചിരിക്കും നമ്മുടെ റാങ്ക് ലിസ്റ്റിലേക്കുള്ള നമ്മുടെ യാത്ര. അപ്പോൾ ഞാൻ ഇതെല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് എൻട്രി ആപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻസ് പേപ്പർ അന്വേഷിച്ച് എങ്ങും പോകണ്ട, അതിനകത്ത് തന്നെ ഉണ്ട്. പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും അവർ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ പാറ്റേൺ മാറുന്ന അനുസരിച്ച് നെക്സ്റ്റ് വീക്ക് നമ്മൾ ഡിഗ്രി പ്രിലിംസിൻ്റെ എക്സാം പാറ്റേൺ അന്നാണ് എല്ലാവർക്കും മനസ്സിലാവുന്നത്. വിത്തിൻ 1 വീക്ക് തന്നെ എൻട്രിയിൽ അതിൻ്റെ എല്ലാ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും വരികയും പിന്നീട് അങ്ങോട്ടുള്ള ഡിഗ്രി പ്രിലിംസും മെയിൻസും എല്ലാം ആ രീതിയിൽ ക്വസ്റ്റ്യൻ പാറ്റേൺ വെച്ച് നമുക്ക് പഠിക്കാനും സാധിച്ചിട്ടുണ്ട്. ഡെയിലി 25 ക്വസ്റ്റ്യൻസിൻ്റെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. 25 ക്വസ്റ്റ്യൻസ്, SCRT സീരീസിൻ്റെ ക്വസ്റ്റ്യൻസ്, NCRT സീരീസിൻ്റെ ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഞാൻ കൂടുതലും ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. കുറേ പഠിച്ചുകൊണ്ട് കാര്യമില്ല, നമ്മൾ അതിനനുസരിച്ച് വർക്കൗട്ടും ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടും ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ആ രീതിയിൽ എനിക്ക് എൻട്രി ഭയങ്കര സപ്പോർട്ടായിരുന്നു. എൻ്റെ എല്ലാ ക്ലാസ്സസും ഞാൻ കണ്ടിട്ടുണ്ടെന്നല്ല, പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള എല്ലാ ക്ലാസ്സസും എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ക്വസ്റ്റ്യൻ ഈ എക്സാം അടുപ്പിക്കുമ്പോൾ ഒരു റിവിഷൻ ക്രാഷ് കോഴ്സ് ഇവരിടും. നമ്മൾ ഓൾറെഡി എടുത്ത ക്ലാസ്സുകൾ തന്നെ റിഫ്രഷ് ആയിട്ട് നമുക്ക് തരും. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്തിട്ട് അതിൻ്റെ ഡിസ്കഷൻ ക്ലാസ്സുകളും ഉണ്ട് അതിനകത്ത്. അതും എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. എക്സാം അടുത്തിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, എന്ത് പഠിക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇതെല്ലാം വളരെ അറേഞ്ച്ഡ് ആയിട്ടാണ് എൻട്രിയിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുത്ത് നോക്കുമ്പോൾ അറിയാം. വളരെ നല്ല രീതിയിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ അപ്രോച്ചും ഒക്കെ നടത്തിയിരിക്കുന്നത്. പിന്നെ ഡിഫറെൻറ്റ് ലോസ്, ഇപ്പോഴത്തെ പുതിയ പാറ്റേണിൽ എല്ലാ നിയമങ്ങളും നമ്മൾ പഠിക്കണം. ഇതിനെല്ലാം സെപ്പറേറ്റ് സെക്ഷൻ തന്നെ എൻട്രി ആപ്പിൽ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. വളരെ നല്ല രീതിയിലാണ് ഞാൻ
ഹെൻറിയോടൊപ്പം സഞ്ചരിച്ചത്. എൻ്റെ വിജയത്തിൽ ഹെൻറി നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. നന്ദി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആയിരുന്നു. എഞ്ചിനീയറിംഗ് പ്രൊഫഷനിൽ നിന്ന വ്യക്തിയാണ്. എനിക്ക് ഇടയ്ക്ക് വെച്ച് അവിടെ നിന്ന് മാറണം എന്ന് ചിന്തിച്ചു ഞാൻ ഇറങ്ങിയതാണ് PSCയിലേക്ക്. PSC പഠനത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ പറഞ്ഞ പോലെ ശരിക്കും അനുഭവിച്ചിട്ടുണ്ട്. അതൊരു മെൻ്റൽ സ്ട്രഗിൾ തന്നെയായിരുന്നു ഈ പാറ്റേൺ ചേഞ്ചും എല്ലാം. പക്ഷെ ഞാൻ നിർത്താൻ തയ്യാറായില്ല. കാരണം എനിക്ക് വേണ്ടതൊരു ജോലിയാണ്. നമ്മളിപ്പം എത്ര പഠിച്ചു, ഇത്ര പഠിത്തമുണ്ട്, ഇത്ര എഡ്യൂക്കേറ്റഡ് ആണെന്നല്ല, ഒരു കാലഘട്ടം എത്തുമ്പോൾ നമ്മളോട് എല്ലാവരും ചോദിക്കുന്നത് ഏത് മേഖലയിലാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളതാണ്. ഞാൻ ആ ക്വസ്റ്റ്യൻസ് ഒരുപാട് അഭിമുഖീകരിക്കുന്നുണ്ട്. ഇപ്പം എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങുമില്ല എന്ന് പറയാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. അങ്ങനെ പറയാൻ എനിക്ക് എത്രയും പെട്ടെന്നൊരു ജോലിയിൽ പ്രവേശിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഈ സ്ട്രഗിൾസ് എല്ലാം വന്നപ്പോൾ എന്ന് വെച്ചാൽ PSC മാറി, PSC പാറ്റേൺ മാറി, പ്രിലിംസ് വന്നു, മെയിൻസ് വന്നു. ഇതെല്ലാം നമുക്കൊരു പ്രഷർ കുക്കറിനകത്തുള്ള ഒരു ഫീലാണ്. നമുക്ക് എങ്ങനെ അതിനകത്തുനിന്ന് ചാടാം എന്നുള്ളതാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചിന്തിച്ച് നിർത്തിപ്പോയ ഒരുപാട് പേരെ എനിക്കറിയാം. കണ്ടിന്യൂ ചെയ്താലും ആ ഒരു കോൺഫിഡൻസ് ഇല്ലാതെ കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാരെയും എനിക്കറിയാം. എന്നെപ്പോലെ പറ്റത്തില്ല, എനിക്ക് ജോലി വേണം എന്ന് വിചാരിച്ച് മുന്നേറുന്ന ആൾക്കാരെയും എനിക്കറിയാം. മുന്നേറിയതിൻ്റെ ഫലമായാണ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. നമ്മൾ വിചാരിക്കണം നമുക്ക് മുന്നോട്ട് പോകണം, നമുക്കൊരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുക എന്നുള്ളത്, നമുക്ക് ജോലി കിട്ടാൻ പാകത്തിനുള്ളൊരു റാങ്ക് ലിസ്റ്റിൽ നമ്മൾ വരണം. അപ്പോൾ എന്നോട് ചോദിച്ചു, ജനറൽ PSC ആണോ എഴുതുന്നത്, പ്രൊഫഷൻ വേറെയല്ലേ, എന്തുകൊണ്ട് ഇതിനകത്തോട്ട് ഇറങ്ങി തിരിച്ചു, അയ്യോ ഇത്രയും ഇങ്ങനെയൊക്കെയുള്ള എക്സാംസ് ആണോ എഴുതുന്നത്, ഒരുപാട് ചോദ്യങ്ങൾ എനിക്ക് വന്നിട്ട്. ഞാൻ പറഞ്ഞു അത് ഞാൻ പഠിച്ചാണ് എഴുതുന്നത്. എനിക്ക് കിട്ടുന്ന ഓരോ നേട്ടങ്ങളും ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാണ്. ഞാൻ ബെക്കോയിൽഡി 33 റാങ്ക് നേടിയത് മറ്റ് ലിസ്റ്റിലുള്ളയില്ല, ഞാൻ ഉറക്കമൊഴിഞ്ഞ് അല്ലെങ്കിൽ ഞാൻ അത്രയും സ്ട്രഗിൾ എടുത്ത് പഠിച്ച് നേടിയ നേട്ടങ്ങളാണ്. അപ്പോൾ അതിൽ വർക്ക് ചെയ്യാൻ എനിക്ക് യാതൊരു മടിയില്ല. ആ നേട്ടങ്ങളെല്ലാം ഞാൻ സന്തോഷപൂർവ്വം തന്നെ സ്വീകരിക്കുന്നു. അപ്പം ഞാൻ പഠിച്ചു പോയ പ്രൊഫഷനിൽ എനിക്കൊരു സ്റ്റക്ക് വന്നപ്പോൾ അല്ലെങ്കിൽ ഒന്ന് നിർത്തേണ്ടി വന്നപ്പോൾ എനിക്ക് അവിടെ നിന്ന് മുന്നോട്ട് പോകാൻ എനിക്ക് കിട്ടിയ വഴി ഇതാണ്. ആ വഴി ഞാൻ യൂസ് ചെയ്തു. നമ്മൾ ഒരിക്കലും തളരരുത്. നമ്മൾ തളർന്നു പോയാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും കാണത്തില്ല. നമ്മൾ മോട്ടിവേഷൻ ആൾക്കാരുണ്ടാവും. നമ്മുടെ പാരൻസ് ആണെങ്കിലും സപ്പോർട്ട് ഫാമിലിയിൽ നിന്നാണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാം മോട്ടിവേഷൻ ചെയ്യാൻ ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് തളർന്നു പോയാൽ എങ്ങും എത്തത്തില്ല. നമ്മളാണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. സെൽഫ് മോട്ടിവേഷനാണ് ഏറ്റവും വലുത്. അപ്പോൾ നമുക്ക് പഠിക്കണം. ഞാൻ തളരില്ല. അപ്പോൾ എനിക്കൊക്കെ റാങ്ക് സെക്രട്ടറി അസിസ്റ്റൻറ്റിൻ്റെ എക്സാം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രിലിംസ് എല്ലാം പാസ്സായി. ഇത്രയും സ്ട്രഗിൾ ചെയ്താണ് ഞാൻ മെയിൻസ് എക്സാം എഴുതാൻ പോയത്. പക്ഷേ എക്സാം ഹാളിൽ കയറിയപ്പോൾ ഞാൻ ഏറ്റവും നല്ല എൻ്റെ ഏരിയ ആയ ഇംഗ്ലീഷും മലയാളവും ഒക്കെയാണ് എനിക്ക് അന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ പോയത്. അന്ന് ഞാൻ ആ എക്സാം കഴിഞ്ഞപ്പോൾ എൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോഴൊക്കെ ഞാൻ ഭയങ്കര ഇമോഷണലി ഡൗൺ ആയിരുന്നു. എനിക്ക് ആരോട് സംസാരിക്കാൻ വയ്യ, ഭയങ്കര ഇമോഷണലി ഡൗൺ ആയിരുന്നു. പക്ഷെ ഞാൻ അവിടെ നിന്ന് ഞാൻ തന്നെ എന്നെ മോട്ടിവേറ്റ് ചെയ്താണ്. പിന്നീട് അങ്ങോട്ട് നമുക്ക് മാനസികമായിട്ട് തളർന്ന് നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ എന്നെ തന്നെ ബൂസ്റ്റപ്പ് ചെയ്താണ് ബാക്കിയുള്ള എല്ലാ പരീക്ഷകളിലും ഇതൊരു എക്സാമ്പിളായിട്ട് എടുത്തു. ഞാൻ ആ വരുന്ന എക്സാംസിനെ ഞാൻ ആ രീതിയിൽ ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിച്ചു. ഞാൻ എഴുതിയ എക്സാംസിലെല്ലാം ഞാൻ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടു. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇമോഷണലി ഡൗൺ ആവാതിരിക്കുക. നമ്മൾ വർക്ക് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക. സക്സസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അത് എൻ്റെ ഗ്യാരണ്ടിയാണ്. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി നല്ല സന്തോഷത്തോടുകൂടി പഠിക്കുക.